السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة الفائزين أما بعد. റജബ് തിങ്കൾ ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും മുഅ്മിനീകളുടെ ഖൽബ് അല്ലാഹുവായിട്ട് അടുക്കട തിങ്കളായിരിക്കും. മഹത്വങ്ങളാണെങ്കിൽ റജബ് തിങ്കളുടെ മഹത്വം ചൊമ്മനങ്ങ് കേട്ടെങ്കിൽ വിഷയിക്കട് റജബിയുടെ മഹത്വം ആ മഹത്വം കേട്ടിട്ട് റബ്ബായിട്ട് അടുക്കമുള്ള ചിന്തയും അതിന് സമായിരിക്കണോ മിനിയുമായ നമ്മളെ മനസ്സിലുണ്ടാവുന്നത്. ഇനി വരവുള്ള തിങ്കൾ പരിശുദ്ധമായ ഷാബാൻ ചൊല്ലുമ്പോൾ ധാരാളം റഹ്മത്തുകൾ നിറഞ്ഞ തിങ്കളാണ് ഷാബാൻ തിങ്കൾ. ഷാബാൻ തിങ്കളിൽ ഇനിയും റബ്ബായിട്ട് മുട്ടവണായ ഒരു തിങ്കളും കൂടിയാണ്. റമദാന്റെ വിഷയം ഞങ്ങൾ ചൊല്ലേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള 3 തിങ്കൾ മുഅ്മിനായ മനുഷ്യരെ അള്ളാഹുടെ മുട്ടാക്കിയിട്ട് റബ്ബുടെ സ്വന്തം ആളായിട്ട് അള്ളാഹു എല്ലാ റഹ്മത്ത് കൊണ്ട് പൊതിയിരംഗത്തെ തിങ്കളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഈ റമദാൻ. ഇതുപോലുള്ള ധാരാളം റമദാനുകൾ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ പഠിത്തരുമാരാകട്ടെ. മുഅ്മിനീങ്ങളെ, റജബ് തിങ്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് കാട്ടി തന്ന വലിയൊരു അത്ഭുതമാണ് ഇസ്രാ മിഅ്റാജ് ചൊല്ലിയ ഒരു സംഭവം. ഇസ്രാ മിഅ്റാജിൽ എന്ത് നടന്നു ചെന്നിട്ടോ ചെറിയ മക്ക കിടക്കുമ്പോൾ ഇത് വിഷയമായിരിക്കും. പക്ഷെ ഇസ്രാ മിഅ്റാജിൽ പഠിക്കണായ പാഠങ്ങളും അത് ഉൾഗത്തിൽ നിന്ന് ചിന്തിക്കണായ പല ചിന്തനീയ വിഷയങ്ങളുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് ഈമാൻ യാറാക്കുകയും തഖ്വ യാറാക്കുകയും ആ പാഠങ്ങളെല്ലാം പഠിച്ചിട്ട് റബ്ബുമായിട്ട് അടുക്കുള്ള തെരുവുകൾ സ്വീകരിക്കുകയും ഈ ചരിത്രങ്ങൾ നമുക്ക് പ്രേരണമായിരിക്കും. ഇസ്രാ മിഅ്റാജ് ചൊല്ലത് വെറുമറോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ ദൂരം സഞ്ചരിച്ചിട്ട് അതിൽ പിന്നെ ആകാശത്തെ മേലാണ്ട് അതിലാണ്ട് അപ്പുറം പോയിട്ടുണ്ട് ആകാശത്തെ ഭാഗത്ത് എത്തിരിച്ചുകൊണ്ട് ഒരു വിഷയം മാത്രമല്ല അതിൽ നടന്നത്. മക്കത്തെ ബൈത്തുൽ മുഖദ്ദസ് പോയിട്ട് അതിൽ പിന്നെ ആകാശത്ത് പോയിട്ടുണ്ട് ആ ഒരു സാധാരണ ഒരു സംഭവം മാത്രമല്ല. അത് ആകാശത്തിന് പോകേണ്ടത് സാധാരണ നടക്കുന്ന വിഷയം. ജിന്നുക ശൈത്വാനക ആകാശത്തെ പോണ്ടാറ്. പക്ഷെ ആകാശത്തെ അപ്പുറത്തുള്ള അവിടെ പ്രത്യേകമായ അള്ളാഹുടെ ഭാഗത്തിൽ പണ്ടെങ്കിൽ തീ വന്നിട്ട് അങ്ങനെ ഓടുമാട്ടയോ കത്തിക്കരിയോ ചെയ്യും. പക്ഷെ അതല്ല, ഈ യാത്ര ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സഞ്ചരിച്ചിട്ട് കണ്ടെങ്കിൽ അത്ഭുതങ്ങൾ. 7 ആകാശവും അതിനെ കാണ്ടി അപരമുള്ളെങ്കിൽ ഒരു ജാഗ എത്തിയിട്ട് സിദ്റത്തുൽ മുൻതഹ പോലത്തെ അതുപോലത്തെ പ്രത്യേകമായ പെണ്ണുകളെ കൊണ്ട് എഴുതിന് പോലത്തെ വലിയ വലിയ വിഷയങ്ങൾ അള്ളാഹുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയായിട്ട് എന്നിട്ട് ആ യാത്ര എന്തെല്ലാം നിലക്കുള്ള അത്ഭുതങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു യാത്ര ഇത്രയും മഹത്വമേറിയതായതുകൊണ്ടായിരിക്കത് ഖിയാമത്ത് നാൾ വരെയുള്ള ആത്മാർ ഈ യാത്രയുടെ സ്മരിക്കണം, അതിനെ ഓതണം, അതിനെ ചിന്തിക്കണം ചെന്നിട്ടായിരിക്കണത് ഖുർആന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ യാത്രയുടെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു സൂറത്തെ ഇസ്രാ എന്ന പേരിലുണ്ട്. ഇങ്ങനെ ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് ഖുർആനിൽ പല ജാഗയിലും ചൊല്ലുകൊള്ള കാരണമേ മനുഷ്യന്മാർ ഇതിനെ ഓതിട്ട് മറക്കുക തീര ഇതിലെ ഉൾഗത്തിലുള്ള കുറെ ഇൽമ പഠിക്കുകൊണ്ടോ അതിന് ചൊമ്മ ഉപകാരമുള്ള വിഷയ ഈ ഇസ്രാ മിഅ്റാജിലുണ്ടോ, ചൊമ്മ ഇതിലെ വിഷയത്തിൽ ഈമാനിയാറാവുള്ള വിഷയം ഇസ്രാ മിഅ്റാജിലുണ്ടോ. അതേപോലെ മറഞ്ഞ ഞങ്ങളെ കണ്ണിൽ കാണാത്ത അദൃശ്യമായ ഒരു ലോകത്ത് പല നിലക്കുള്ള അത്ഭുതങ്ങൾ ഇസ്രാ മിഅ്റാജിലുണ്ടോ. ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ കണ്ടെങ്കിലത്തെ ഈ ലോകം മാത്രമല്ല ലോകം. ഉടനെ ഒരു ആകാശം കണ്ട് കുറെ നക്ഷത്രങ്ങൾ കാണ്ട് കുറെ ചന്ദ്ര കാണ്ട് അതുപോലെ കുറെ ഗ്രഹങ്ങൾ കാണ്ട് ഇതെല്ലാം ആകാശത്ത് നിന്ന് കണ്ടുകൊണ്ടുള്ള. ഇപ്പം ആകാശത്തിൽ നോക്കിയെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ജാവുകയാണെങ്കിൽ ശനി ഗ്രഹ, അതേപോലെ മംഗളഗ്രഹ, അതേപോലെ ശുക്രഗ്രഹ, അതേപോലെ ഇതുപോലത്തെ 4-5 ഗുരുഗ്രഹ, ജൂപ്പിറ്റർ പോലത്തെ ഗ്രഹങ്ങളെല്ലാം ഇപ്പോഴും ഇന്നും നമുക്ക് ആകാശത്ത് കാണുകയുള്ളൂ. വ്യക്തമായ കണ്ണുകളെ കണ്ട് ടെലിസ്കോപ്പൊന്നും വീണിട്ടില്ല. ഇതെല്ലാം ആകാശത്തുള്ള അത്ഭുതങ്ങളാണ്.
പക്ഷേ സയൻസ് ലോകം ഇതുപോലത്തെ വരെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലാണ്ട് ഇതുവരെയുള്ള ഒരു ലോകത്തുള്ള ഒരു വിജ്ഞാനിയും ഒരു സയൻസിസ്റ്റും കണ്ടുപിടിക്കാതെങ്കിലത്തെ അത്ഭുതങ്ങൾക്കാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പോയിട്ട് ഈ ഒന്നാം ആകാശത്തിലെ ഞങ്ങളെ സയൻസ് ലോകം കണ്ടുപിടിച്ചിട്ടില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആകാശം കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തൊരു ആകാശം പിന്നൊരു ആകാശം കഴിഞ്ഞിട്ട് 7 ആകാശവും അതിൽ കാണ്ടി അപ്പുറമുള്ള അത്ഭുതത്തിലാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ എത്തിയത്. ഇതെല്ലോ നമുക്ക് പടിപാടി ഇങ്ങനത്തെ നേതാവായ ഞങ്ങളുടെ നേതാവായ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ഈമാൻ നിങ്ങൾക്ക് യാറാവണം. ആ നബി തന്നെങ്കത്തെ കാടി തന്നെങ്കത്തെ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നതിനെ കൊണ്ട് സാധ്യമാവണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്രാ മിഅ്റാജ് ചൊല്ലുന്നു ഒരു ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ മക്കത്തെ ഇപ്പം നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊണ്ടാവൂ മക്കത്തെ ബൈത്തുൽ മുഖദ്ദസ് അവിടെ പോയിട്ട് എത്തുന്നുണ്ടായെങ്കിൽ ആ ജാഗയ്ക്ക് എത്തുന്നുണ്ടായെങ്കിൽ ആ ഖുദ്സിലെ ആ ജാഗയ്ക്ക് അവിടെ എത്തുന്നുണ്ടായെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ താട്ടണം. പണ്ട് ഫ്ലൈറ്റുകളോ മിസൈലുകളോ എന്തും കണ്ടുപിടിക്കാത്ത കാലഘട്ടമാണ്. എന്നിട്ട് അതിൽ പിന്നെ ആ ബൈത്തുൽ മുഖദ്ദസില് ഇനിയും മേൽ പോയിട്ട് ഒന്നാം ആകാശ 2ഉം അപ്പുറവും 3ഉം കഴിഞ്ഞിട്ട് പിന്നെ സിദ്റത്തുൽ മുൻതഹ പെണ്ണെതിരെ ജാഗ ഇതുപോലത്തെ എന്തെല്ലാം അത്ഭുതങ്ങൾ ഇത്ര ദൂരത്തേക്ക് എത്തിയത്. പക്ഷെ ഇത് എത്തിയെങ്കിൽ ടൈമാണ് നിൽക്കില്ല. വളരെ ഈ ലോകത്ത് ഒരു വിജ്ഞാനികളും കണ്ടുപിടിക്കാൻ സാധ്യമില്ല. ആതങ്കത്തെ ഒരു പ്രത്യേകമായ ഒരു കഴിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. ചുരുങ്ങിയ ടൈം ഒരു ജാവ് ഫുൾ യൂസ് ആക്കിയിട്ടില്ല. അങ്ങനെയാണ് കിതാബുകൾ പഠിപ്പാണ്ടത്. ഒരു ജാവ് കൂടെ ഫുൾ യൂസ് ആക്കിയിട്ടില്ല ഇതിന് വേണ്ടിയിട്ട്. വളരെ ചുരുങ്ങിയ ടൈം. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഇസ്രാ മിഅ്റാജിനെ ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലദി യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്നിട്ട് സുബ്ഹാനയുടെ സാധാരണ അത്ഭുതം കാണുമ്പോയിരിക്കണം. സുബ്ഹാനല്ലാഹ് എന്ന അത്ഭുതം കാണും. അല്ലാഹുവേ സുബ്ഹാനാണ്ടി യാത്രയുടെ ചൊല്ലുള്ള കാരണം ഇത്രയും ചെറിയൊരു ടൈമിൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ഇത്രയും ദൂരമായ ജാഗത്തിന് ചെറിയൊരു ടൈമിൽ സഞ്ചരിച്ചിട്ട് എത്തിച്ചുള്ളതാണ്. പക്ഷെ ഇത് കിനാവല്ല. പല പുത്തനാശയക്കാർ പുതിയ ആൾമാർ റസൂലുള്ളാഹി തങ്ങളെ കീഴാകുന്ന ഭാഗമായിട്ട് ചൊല്ലുന്നത് ഇത് കിനാവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തൊരു അത്ഭുതമുണ്ട്. സുബ്ഹാനല്ലാഹ് എന്തുണ്ട്. സുബ്ഹാനല്ലദി യസ്റാ ബിഅബ്ദിഹി അത്ഭുതമായിട്ട് ഖുർആൻ ചൊല്ലുന്നുണ്ടായെങ്കിൽ ഒരു അത്ഭുതം നടക്കണ്ട്. കിനാവുൽ ഇപ്പൊ മനുഷ്യ എന്തെല്ലാം കാണില്ല അത്ര അത്ഭുതം അതെല്ലാം ഉണ്ടാവും. കിനാവുൽ എന്തെല്ലാം കാണുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ സ്വന്തം ശരീരം കൊണ്ടിട്ട് ആ ജാഗ എത്തിയത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സുബ്ഹാന അത്ഭുതമായ പദങ്ങൾ ചൊല്ലുള്ള കാരണം. ഇനി പോയ ആ ജാഗയിൽ കണ്ടെങ്കിൽ അത്ഭുതങ്ങൾ പോയ മൃഗമേ പ്രത്യേകമായ ഒരു മൃഗമാണ്. കത്തയുമല്ല കോവർക്ക് എഴുതാൻ ചൊല്ലിട്ട് ആ ജീവിയും അല്ല. അതല്ലാത്ത ബർസഖി ലോകത്തിലുള്ള ഈ ദുനിയാവിൽ സാധാരണ ഇല്ലാത്തൊരു ഒരു ജീവിയിലാണ് ഒരു വാഹനത്തിലാണ് റസൂലുള്ളാഹി തങ്ങൾ ബുറാഖ് ചൊല്ലിട്ട് ആ വാഹനത്തിൽ സഞ്ചരിച്ചത്. ഇനി അവിടെ മിഹ്റാജി പോയ ടൈമിൽ ഇസ്രായേൽ നിങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ മക്കത്തെ ബൈത്തുൽ മുഖദ്ദസ് പോയ യാത്ര അതൊക്കെയാണ് ഇസ്രായേൽ ചൊല്ലിട്ട് ആ പോണ്ട യാത്രയിൽ നടന്ന അത്ഭുതങ്ങൾ അത് എത്രമാ വിവരിച്ചെങ്കിൽ 4 കണക്ക് വിവരിച്ചെങ്കിൽ മതിയാവല. ഇനി ഔട്ട് അതിൽ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ ഒരു ആകാശവും 2ഉം 3ഉം എത്തി മേൽ പോണ്ടല്ലേ അതിന്റെ പേരാണ് മിഅ്റാജ് എന്ന് ചൊല്ലിട്ട് ആ പോയ ടൈമിൽ റസൂലുള്ളാഹി തങ്ങൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കണ്ട്. 7 ആകാശത്ത് പോയിട്ട് അവിടെ മലായികരെ കണ്ടെത്ത് അവിടെയുള്ള അമ്പിയാക്കന്മാരെ കണ്ടെത്ത് അതിൽ പിന്നെ സിദ്റത്തുൽ മുൻതഹ ചൊല്ലിട്ട് ജാഗയിൽ പോയിട്ട് അത്ഭുതങ്ങൾ കണ്ട്. എന്തൊരു സിദ്റത്തുൽ മുൻതഹ ചെന്നെങ്കിൽ പ്രത്യേകമായൊരു മറായിട്ടിക്കിട്. ഭൂമി ലോകത്തിൽ അങ്ങനത്തെ ഒരു മരം കാട്ടൊക്കെ സാധ്യമില്ല. അദ്ഭുതമായ ഒരു മറായിട്ടിക്കിട്. ആ മരത്തെ ഒരു ഇലനെ സാധാരണ ചൊല്ലേണ്ടെങ്കിൽ ആനയുടെ കാതിൽ എത്ര ബലിയുണ്ടായിരിക്കട്. ആനയുടെ കാതിൽ എത്ര ബലിയുണ്ടെങ്കിൽ ഇലയാണ് അത് ആ മരത്തെ ഇല. എന്നിട്ട് ആ മര ഇടീ 7 ആകാശത്തിന് ഇടീ ആ മര ഇങ്ങനെ ചുറ്റിക്കൊണ്ടുണ്ടാണ്. ഒന്നാം ആകാശത്തിൽ എന്റെ കണ്ടുപിടിക്കായിട്ടില്ല. പക്ഷെ ഈ മരത്തെ ബലി ഗാത്രത്ര എത്ര ബലിയുണ്ട്. 7 ആകാശത്തിന് ഇടീ ചുറ്റു വരഞ്ഞിട്ടുണ്ടോ ഈ മര. എങ്ങനത്തെ മരായിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഹദീസിൽ കണ്ട അത്ഭുതങ്ങളാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു ആകാശത്തിൽ ഒരു മനുഷ്യൻ 7 ആകാശത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെ നോക്കുമ്പോൾ ഈ മരത്തെ തണൽ ഒന്ന് കിട്ടും. ആ മരത്തിക പോയിട്ട് അവിടെ എത്തരും. അങ്ങനത്തെ ഒരു മരമായിരിക്കുന്നത് ഈ സിദ്റത്തുൽ മുൻതഹ ചൊല്ലിങ്ങനത്തെ മരം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ജാഗ ഈ മരത്തെ അവിടെ ആയിരിക്കണം ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ടൂടെ എന്തൊരു സംഭവിക്കണം ഒന്നുണ്ടാവും. ഈ മരവും നന്നായിട്ടൊരു ബന്ധമുണ്ട്. ഈ സിദ്റത്തുൽ മുൻതഹ ചെന്ന് റസൂലുള്ളാഹി തങ്ങൾ കണ്ട അദ്ഭുതമായ മരമായിട്ടും നന്നായിട്ടൊരു ബന്ധമുണ്ട്. എന്തിനെങ്കിൽ
സ്വാലിഹായ അമൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ചൊന്നുകൊണ്ടുണ്ടു. ഒരു മുഅ്മിനായ മനുഷ്യ ആക്കിയെങ്കത്തെ സ്വാലിഹായ ഏത് അമൽ, നല്ല അമൽ മാത്രം, നിസ്കാരങ്ങളും നോമ്പുകളും ദിക്റുകളും സദഖകളും പോലത്തെ സ്വാലിഹായ അമൽ അർശിൽ എത്തുകയും എന്നിട്ട് സിദ്റത്തുൽ മുൻതഹ ചൊല്ലുന്ന ഒരു ജാഗിൽ അതിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ടാണ്. അപ്പോ സിദ്റത്തുൽ മുൻതഹ ചൊല്ലുന്ന ആ മരത്തോടെ ഞങ്ങൾക്കും എത്തണ, ഞങ്ങളെ ആമലും എത്തണ. ഞങ്ങൾ ഈ ദുനിയവിയായ ലോകത്തിൽ കുറേ നിസ്കരിക്കണോ, ആ സ്വതക കൊടുക്കണോ, ദിക്റ് ചൊല്ലണോ, നല്ല നല്ല നാളുകളെ ബഹുമാനിക്കണോ, നോമ്പ് പിടിക്കണോ, സൽക്കർമ്മങ്ങളാക്കിയിട്ട് ഞങ്ങളെ ആമലിന്റെ സിദ്റത്തുൽ മുൻതഹത്തിൽ എത്തുകയാണോ, അതൊരു വലിയ അല്ലാഹു തആല നമുക്ക് തന്നെങ്കിന്റെ ഭാഗ്യമായിരിക്കും. അതിലെത്രയോ വിവരിക്കുകൊണ്ടു. ഇത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇനിയും അപ്പുറം പോയിട്ടാകുമ്പോ പിന്നെ പെണ്ണിന്റെ ശബ്ദങ്ങളാണ് കേൾക്കണേ. റസൂലുള്ളാഹി തങ്ങൾ ഒരു കറക്റ്റ് ഒരു നിലനിൽപ്പുള്ള ഒരു ജാഗയെ പോയിട്ട്, എത്ര കറക്റ്റായ ഒരു ജാഗ അവിടെ പോയിട്ടാകുമ്പോൾ അസ്മഉ സ്വരീഫൽ അഖ്ലാം, പെണ്ണ് എഴുതിരംഗത്തെ വിഷയം, ഖളാഉ ഖദറുമായി ബന്ധപ്പെട്ട വിഷയത്തെ പെണ്ണ് എഴുതിര, ഖളാഉ ഖദറുമായി ബന്ധപ്പെട്ട വിഷയം. പെണ്ണ് ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അല്ല ഒരു പെണ്ണുണ്ടെങ്കിൽ എന്തോമ്പോൾ ശബ്ദം ആർക്കും കേൾക്കരുത്. പക്ഷേ ഹബീബുനാ റസൂലുള്ളാഹി നിങ്ങൾ കേട്ടെങ്കിൽ ആ പെണ്ണ് അത് കുറെ അദ്ഭുതമായ പെണ്ണായിട്ട് ഞങ്ങൾ സാധാരണ ഒരു പെണ്ണിൽ എഴുതിരത് മാത്രം കേൾക്കും. റസൂലുള്ളാഹി എഴുതിര മാത്രമല്ല, എഴുതിര വിഷയം തരേണ്ട ആ ശബ്ദം കേട്ടെടുത്താവും റസൂലുള്ളാഹി നമുക്ക് സാധ്യമായിട്ടുണ്ട്. എഴുതിര വിഷയം എന്തിനെ ചെന്നിട്ടു വരെ കേൾക്കുള്ള ശക്തി റസൂലുള്ളാഹി ആ പെണ്ണിന്റെ മുഖാന്തരം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടാണ്. എന്നിട്ട് അതിന്റെ ശബ്ദം കേൾക്കുക എന്തോ രസമായിരിക്കും. ആ പെണ്ണിൽ എഴുതുമ്പോൾ അതിൽ കേൾക്കുക എന്തോ രസം ചെന്നിട്ടാണ് നമുക്ക് ഇമാമിക കിതാബിൽ പഠിപ്പായിട്ടുള്ളത്. മീനിങ്ങളെ ഇങ്ങനത്തെ പ്രത്യേകമായ ഒരു നിലക്കുള്ള പെണ്ണയുടെ ആ എഴുത്ത് ഖളാഉ ഖദറുമായി ബന്ധപ്പെട്ട ആൾമാരുടെ പല വിഷയങ്ങളും എന്തിരംഗത്ത് ആ ജായകെത്തുകയും എന്നിട്ട് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചെങ്കിലത്തെ സ്വർഗവും സ്വർഗത്തെ അത്ഭുതങ്ങളും അത് അവർണ്ണനീയ, അത് വർണ്ണിച്ചിട്ട് ഞങ്ങൾക്ക് ശരിയായിട്ട് സ്വർഗത്തെ അർത്ഥാക്കാൻ സാധ്യമില്ല. ഇത്രയും വലിയ നിഅമത്തുകളെ കൊണ്ട് നിറഞ്ഞെങ്കിൽ ജാഗായിട്ട് സ്വർഗം ചൊല്ലത്. എന്നിട്ട് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ കൊടുക്കണമെങ്കിൽ തന്നി ഉണ്ടല്ലോ, നാല് ഞങ്ങൾ എപ്പോഴും ദുആയുടെ ഹൗദുൽ കൗസർ തന്നി കിട്ടുന്നുണ്ട്. ആ തന്നില് ആ കാണുകയും ഇതെല്ലാം കണ്ടെങ്കിൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പിന്നെയാണ് അവിടെ പോയിട്ട് പിന്നെ അല്ലാഹുടെ കാണ്ട് ഇസ്രാ മിഅ്റാജ് രാജാവ് റബ്ബു സുബ്ഹാനഹു തആല കാണാം. അല്ലാഹു തആല ഈ ഇസ്രാ മിഅ്റാജ് കൊണ്ട് യാത്ര കൊണ്ടിട്ടു. റസൂലുള്ളാഹി യാത്ര നടക്കുമ്പോൾ പല ബേജാറുകളും പല ടെൻഷനുകളും പല ദുഃഖങ്ങളും പലതും അനുഭവിക്കുന്ന ടൈമിലാണ് റസൂലുള്ളാഹി ഇസ്രാ മിഅ്റാജ് അല്ലാഹു തആല കൊടുക്കണേ. ഒന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സിന് സമാധാനാക്കണം, നെമ്മതി കൊടുക്കണം, ഒരു ഉദ്ദേശം. പക്ഷെ അത് മാത്രമല്ല അതിന്റെ ഉദ്ദേശം. അതിന്റെ പെറുത്തുള്ളൂ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയൊരു ഗൗരവാർപ്പണയായിട്ട് ഇസ്രാ മിഅ്റാജ്. അതാണ് അർത്ഥാക്കുന്നത്. ഒരു ഗൗരവാർപ്പണ വലിയ നിലക്കുള്ള ഒരു മുഅ്ജിസത്ത് കൊടുത്തിട്ടു റസൂലുള്ളാഹി തങ്ങളെ ഗൗരവിക്കുന്നതായിട്ട് ഇസ്രാ മിഅ്റാജ് കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് വലിയൊരു ഗൗരവം. ലോകത്തുള്ള ഒരു ആളും ഒരു നബിമാർക്കും കിട്ടാത്തത്ര വലിയ ഗൗരവമാണ് ഹബീബുനാ റസൂലുള്ളാഹി ഇസ്രാ മിഅ്റാജിൽ അല്ലാഹു തആല കൊടുത്ത ഈ വിഷയങ്ങൾ. എന്തെല്ലാം അത്ഭുതങ്ങൾ! ഏറ്റവും വലിയ നിഅമത്തായ അല്ലാഹുവിന്റെ കാണ്ടിലെ റബ്ബുടെ കാണ്ട സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞിട്ട് അപ്പുറത്തെ ലോകത്ത് പോയിട്ട് എത്തിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരെ പോണതാവാതെ ജാഗ കിട്ടിട്ട് അവിടെയും കണ്ടെങ്കിൽ അത്ഭുത എന്തൊരു അത്ഭുതമായിരിക്കട്! എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടിട്ട് അല്ലാഹുടെ കാണ്ടേ ചൊല്ലെങ്കിൽ ഒരു നിഅമത്ത് അതിനെ കാണ്ടി വലിയ വിഷയം മാരേജ് വേണോ മനുഷ്യൻ? അല്ലാഹുടെ കാണ്ടേ റബ്ബുടെ സ്വന്തം കണ്ണുകൊണ്ടിട്ട് കാണ്ടെങ്കിൽ ബാക്കി അല്ലാഹു തആല കൊടുത്തു. പക്ഷെ ഇവിടെ മനസ്സിലാക്കുള്ളത് അല്ലാഹുടെ കാണ്ടേ ചൊല്ലുമ്പോൾ മക്കളുടെ മനസ്സിലൊന്നും വറവ് സാധ്യതയ്ക്കിടെ മക്കളുടെ മനസ്സിൽ. അപ്പൊ റബ്ബ് എവിടെ കേട്ടെങ്കിൽ അത് നബി തന്നെ എവിടെ കണ്ട് ഏഴാകാശം കഴിഞ്ഞിട്ട് സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞിട്ട് അതിരപ്പുറത്തുള്ള ജാഗത്താണ് അല്ലാഹുടെ കണ്ട്. അപ്പൊ റബ്ബ് എവിടെ ഏഴാകാശത്തപ്പറ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിരണ്ട, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചാൻസ് ഉണ്ടോ? അല്ലാഹു ജാഗയില്ല, അല്ലാഹു ടൈമില്ല, അല്ലാഹു ഒന്നും ഞങ്ങളെ പോലത്തെ ജാഗ അല്ലാഹുവില്ല. പിന്നെന്ത് അവിടെ പോയത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാഗായിരിക്കരുത്. തങ്ങൾ അല്ലാഹു തആല ഗൗരവിച്ചിട്ട് അവിടെ എത്തുമായിട്ട് അവിടെ അല്ലാഹു അവിടെ കാണുന്നുണ്ട്. അല്ലാണ്ട് അല്ലാഹു അവിടെ ഉള്ളത് കൊണ്ടല്ല, അല്ലാഹു ജാഗമേ ഇല്ല. നബി തങ്ങൾ അല്ലാഹുടെ കാണുന്നത് നബി തങ്ങളെ ജാഗായിരിക്കുന്നത്, അല്ലാണ്ട് അല്ലാഹുടെ ജാഗ അതുണ്ടില്ല. അതും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമായിരിക്കും. എന്നിട്ട് അവിടെ പോയിട്ട് എത്ര ഇൽമുകൾ റസൂലുള്ളാഹി തങ്ങൾ പഠിച്ചിട്ട് അല്ലാഹുടെ ഭാഗത്തുള്ള ഖൽബിൽ എത്ര വിഷയങ്ങൾ വന്നിട്ട് എത്തിയിട്ട് എന്തെല്ലാം എത്തിയിട്ട് എന്നിട്ട് അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങൾ ഇസ്രാ മിഅ്റാജിനെ പാക്കി ഗൗരവത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കണം. എന്തായിരിക്കട്? റസൂലുള്ളാഹി തങ്ങൾ ആകാശത്തേക്ക് പോകുമ്പോൾ
ആകാശത്തുക്ക് ചൊമ്മ ബായിലുണ്ട്. ആകാശത്തുക്ക് ഒരു ബായിലല്ല, ചൊമ്മ ബായിലുണ്ട്. മലായികത്ത് കൊണ്ട് ബായിലുണ്ട്. മുഅ്മിനീങ്ങളായ ആൾമാരുടെ റിസ്ക് കൊണ്ട് ബായിലുണ്ട്. അമലുകൾ ഉയർത്തപ്പെട്ട ആകാശത്തുക്ക് ഒരു ബായിലെന്തുമല്ല, ചൊമ്മ ബായിലും കൊണ്ട്. ഈ ബായിലുകളുടെ കൂടത്ത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് പോയ ആ ബായിലേതുണ്ട് കൊണ്ടുണ്ടാ ബൈത്തുൽ മുഖദ്ദസുൽ ലംഘത്തെ സ്വഹ്റ ചെന്നിട്ടുള്ള ഒരു പർവ്വതം നമ്മൾ നോക്കിയിരിക്കുക. ആ സ്വഹ്റ ചൊല്ലിന്റെ ആ ഒരു പ്രത്യേകമായ ബറക്കത്തുള്ള കല്ലുണ്ട്. അതിന് നേരമായ ബായിലാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ മേൽക്കൊണ്ടേ ഈ സ്വഹ്റ ചൊല്ലിന്റെ ഈ കല്ല് കായിട്ടിട്ട് ബനു ഇസ്രായേൽ കാലത്തുള്ള അമ്പിയാക്കന്മാരും അങ്ങനെ ഉമ്മത്തിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരുന്നേ. ബഹുമാനപ്പെട്ട ഈ കല്ല് ഏത് നേർകൊണ്ട അതിനെ നേരിലായിട്ട് റസൂലുള്ളാഹി തങ്ങളെ ബായില് ആകാശത്ത് പോകേണ്ട ബായില്. എന്നിട്ടോ ഈ ബായിൽ വിഷയത്തിൽ ഇമാമിങ്ങൾ ചൊല്ലത് അഫ്ളു അബ്വാബി സമാവാതി സബ്ഇ കുല്ലിഹാ. ആകാശത്തിലുള്ള 7 ആകാശത്തെ എത്രയോ ബായിൽ കൊണ്ടു. ഈ ബായിലുകളെ കൊടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ബായിലാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പോയെങ്കിൽ ആ ആകാശത്തെ ഡോർ. ഇനി ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ എത്രമാത്രം ബഹുമാനം കൊടുത്തോ. മിനിങ്ങളെ ഈ ബഹുമാനമെല്ലാം ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇസ്രാ മിഅ്റാജ് ചൊല്ലിയ ഗൗരവാർപ്പണയും ഇജ്ജത്ത് കൊടുത്തിട്ടോ ഉമ്മത്തീങ്ങളായ ഞങ്ങൾക്കും കുറെ പാഠങ്ങൾ പരിപാടിയുണ്ടോ. ഒന്നാമത് നിങ്ങൾ ഈമാൻ ഗട്ടിയാവണോ. എന്തേ ഇത്രയും അത്ഭുതങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ട് സാധ്യമായില്ല, ഉറപ്പാണ്. ഞങ്ങളെ സാമാന്യ കണ്ടുകൊണ്ടിട്ട് ഈ നിലക്കുള്ള അത്ഭുതങ്ങൾ കാണുക സാധ്യമായില്ല. ഒന്നാം ആകാശ, രണ്ടാം ആകാശ, അപ്പറ സിദ്റത്തുൽ മുൻതഹ ഒന്നും ഞങ്ങളെ കണ്ടുകൊണ്ട് സാധ്യമായിട്ടില്ല കാണുക. പക്ഷേ ഞങ്ങളുടെ നബിയായ ഞങ്ങൾ 100% വിശ്വസിക്കണമെങ്കിൽ തന്നെ ഞങ്ങളുടെ നബിയായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് ഇത് കാണുകയും ഇത് അനുഭവിക്കുകയും ചെയ്തെങ്കിൽ തന്നെ നബി ഇത് കണ്ടിട്ട് ഞങ്ങളിട്ട് വന്നിട്ട് ഈ വിഷയം സ്വന്തം അതല്ലേ ഞങ്ങൾ ചെന്നോണ്ടുള്ള കേട്ടോണ്ടുള്ളത് ഈ ചെന്നതും കേട്ടതും ഞങ്ങളെന്താക്കട വ്യക്തമായി നിലക്ക് വിശ്വസിക്കടാ. അപ്പൊ ഞങ്ങൾ ഈമാൻ ഗട്ടിയാക്കൽ ഇങ്ങനത്തെ അത്ഭുതങ്ങൾ കാണിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളെ മുഖാന്തരം നമുക്ക് അറിവാനായിട്ട് ഞങ്ങൾ ഈമാൻ ഗട്ടിയാക്കലും ഇസ്രാ മിഅ്റാജിലെ പ്രവർത്തനമുണ്ടോ. നിങ്ങളെ ഇനിയും മനസ്സിലാക്കണോ. എങ്ങനത്തെ നിലക്കുള്ള ഉപദേശങ്ങൾ ഇസ്രാ മിഅ്റാജിലുണ്ട്. ഈമാൻ ഗട്ടിയാക്കടെ ആകാശത്ത് അത്ഭുതങ്ങൾ കാട്ടെ ശറഈയായ എത്രയോ വിധി ഈ ഇസ്രാ മിഅ്റാജിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു പരിപാടി കൊടുത്തൊരു നിസ്കാരമേ പരിപാടിയിട്ട് ഇസ്രാ മിഅ്റാജിലായിരിക്കട്. അതേപോലെ മനുഷ്യരുടെ എത്രയോ ലോകത്ത് വിവരങ്ങൾ റസൂലുള്ളാഹി തങ്ങൾക്ക് പരിപാടി കൊടുത്തത് നമുക്ക് നബി തങ്ങൾ ചൊന്തന്ത്. അതേപോലെ നന്മ ആക്കട ആൾമാർ ഇബാദത്താക്കട സ്വാലിഹീങ്ങളുടെ പ്രതിഫലങ്ങളെ കുറിച്ചിട്ടും ഇസ്രാ മിഅ്റാജിൽ വിവരിച്ചിര്. ഇതെല്ലാം ഇസ്രാ മിഅ്റാജിലെ പാട്ടല്ലേ. അതേപോലെ ദോഷികളായ ബെടക്ക് ഫാസിഖീങ്ങളായ ആൾമാർ കൊടുക്കുന്ന ശിക്ഷയുടെ വിഷയവും ഈ ജാവുക അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടിക്കൊടുത്തു. ഇതെല്ലാം പാടല്ലേ. അതിൽപ്പെട്ട ഒരു പാടായിട്ട് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ 7ാമത്തെ ആകാശത്ത് പോയിട്ടാകുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ട്, കൂട്ടത്തിൽ ഒരു കൂട്ടവും ഉണ്ട്. നാനക്ക് സലാം ചൊന്നേ അപ്പൊ നന്റെ ഉമ്മത്തീങ്ങ 2 വിഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധ്യമായിട്ട് ഒരു വിഭാഗം റസൂലുള്ളാഹി തങ്ങൾ 2 ഉമ്മത്തീങ്ങളെ 2 വിഭാഗമായിട്ട് നാം കണ്ട. ഒരു വിഭാഗത്തെ ആൾമാർ ബെൽറ്റ് ഡ്രസ് ഇട്ടാർ. അങ്ങനെ കയ്യിലുണ്ടല്ലോ, അങ്ങനെ കാണുമ്പോ ഒരു ബെൽറ്റ് കഡ്ലാസ് പോലെ വളരെ വളരെ ബെൽപ്പായിട്ട് കണ്ടോണ്ടുണ്ടോ. ഇനൊരു വിഭാഗം ആൾമാറുള്ളാറ് അങ്ങനെ മേലിട്ട് ഡ്രസ്സ് നോക്കിയുണ്ടായെങ്കിൽ ഇടീ മണ്ണ് പോലെ മണ്ണ് പുരണ്ട ഡ്രസ്സാണ്. എന്നിട്ട് ബൈത്തുൽ മഅമൂർക്ക് പോകുമ്പോ നണ്ടൊട്ടിക്ക് ബെൽറ്റ് ഡ്രസ് ഇട്ട ആൾമാർ വന്നാറ്. എന്നിട്ട് നാം നിസ്കരിക്കുമ്പോ നണ്ടൊട്ടിക്ക് നിസ്കരിച്ചാറ്. പക്ഷേ ഈ ഡ്രസ്സിൽ കലയായ ആൾമാർക്ക് ആ ബൈത്തുൽ മഅമൂർക്ക് വരവ് സാധ്യയില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നാം കേട്ടത് ആരുണ്ട് കുന്തുണ്ടാ ചൊന്നിട്ടാകുമ്പോ കേട്ടിട്ടാകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലോ ജീവിതത്തിൽ തപ്പുകളാക്കാണ്ട് അല്ലാഹുടെ പേടിച്ച് ജീവിച്ച ആൾമാർ, നന്മകൾ മാത്രാക്കിട്ട് ജീവിച്ച ആൾമാരാണ് ഫുൾ വൈറ്റ് കളറിൽ കണ്ടിട്ട് ബൈത്തുൽ മഅമൂർക്ക് അല്ലാഹു കൊണ്ട് ഭാഗ്യം തന്നത്. ഇനൊരു വിഭാഗം ആൾമാർ ഡ്രസ്സിൽ കലായിട്ടുണ്ടോ അങ്ങനെ കുബിനികളായിട്ടിടാറ്. പക്ഷെ ദോഷാക്കിടാറ്, ചൊമ്മ ദോഷാക്കിടാറ്. അങ്ങ് ചിലപ്പോ തൗബാക്കിട്ടിക്കോ, അത് വേറെ വിഷയം. പക്ഷെ ഈ ഭാഗ്യം അങ്ങ് കിട്ടല. ആയതുകൊണ്ടാണ് ഇമാമിങ്ങ പടിപാട് ദുനീവിയായ ലോകത്തിൽ ദോഷാക്കാണ്ട് കലയില്ലാത്ത ജീവനാക്കുക ശ്രമിക്കണു. ഇസ്രാ മിഅ്റാജിലൊരു പട്ടമായിരിക്കട്. ഇനി വിരുദ്ധപ്പെട്ട മുഅ്മിനീങ്ങളെ ഇസ്രാ മിഅ്റാജിൽ നാളുക വരുമ്പോ ഇബാദത്ത് കൊണ്ട് നിങ്ങൾ ധന്യമാക്കണോ.
ഇബാദത്ത് നല്ല നല്ല നാളുകൾ അല്ലാഹു തആല നിങ്ങൾക്ക് തന്റെ ദുആക്ക് ഇജാബത്തുള്ള നാള്, ബറക്കത്താക്കപ്പെട്ട നാള്, ജാവു തന്റെ ഇബാദത്ത് കൊണ്ട് നന്മയെ എന്താക്കണോ, ധന്യമാക്കണോ. ക്രിസ്തപ്പെട്ട മുഅ്മിനീങ്ങളെ എന്തെല്ലാം അമലാക്കത്തിൽ വാത്തരാക്കണോ. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലി, ഇന്ന ഖൈറ അഅമാലികും അസ്സലാഹ്, നിങ്ങൾ അമലുകൾ കൂടുതൽ ഏറ്റവും ഖൈർ നിസ്കാരമായിരിക്കട്. അല്ലാണ്ട് ഇസ്രാ മിഅ്റാജിൽ ജാവുക നിർബന്ധമാക്കപ്പെട്ടതല്ലേ നിസ്കാരം. അതുകൊണ്ട് നിസ്കാരം അധികരിപ്പിക്കാൻ ഫദ്ലു കലാമില്ലാഹി അലാ സായിരിൽ കലാമി കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി, സൃഷ്ടികളെ കാണ്ടി അല്ലാഹു എത്ര മഹത്വമുണ്ടാ അതുപോലെ ആയിരിക്കും മനുഷ്യന്മാരെ പലകത്തെ കാണ്ടിയാറെ ഖുർആന്റെ മഹത്വ. ആ മഹത്വമേറിയ ഖുർആൻ കൊണ്ട് ധന്യമാവുന്ന നിപ്പാടി കൊണ്ടുള്ള ഒരു ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു. ഇതൊന്ന് മനസ്സിലാക്കണോ. ഇന്ന ലിറബ്ബികും ഫീ അയ്യാമി ദഹ്രികും നഫഹാത്ത്, നിങ്ങളുടെ റബ്ബ് നിങ്ങൾ ഈ ദുനിയവിയായ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചില നാളുകളിൽ അള്ളാഹു പ്രത്യേകമായ ഗിഫ്റ്റ് നിങ്ങൾക്ക് തണ്ട്. പ്രത്യേകമായ വലിയ ഗിഫ്റ്റ്, ചെറിയ ഗിഫ്റ്റ് എന്തുമല്ല. നഫഹാത്ത് നിങ്ങൾക്ക് വലിയ ഗിഫ്റ്റ്, ഉന്നതമായ ഗിഫ്റ്റ് അള്ളാഹു താല നിങ്ങൾക്ക് തണ്ട്. ഗിഫ്റ്റ് നിങ്ങൾ എടുത്തുള്ളൂ, ഗിഫ്റ്റ് നിങ്ങൾ എടുത്തുള്ളൂ. നിങ്ങൾ അതിന് തേടിട്ടെടുത്തെങ്കിൽ ഒരു ഗിഫ്റ്റ് അള്ളാഹു വലിയ ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഒരിക്കലും അവൻ പരാജയപ്പെട്ടു പോകല. ആ ഗിഫ്റ്റ് കിട്ടി. അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് അള്ളാഹു താല ചില നാളുകളിൽ കണ്ട് ആ ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടു പോകല. ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ചിലപ്പോൾ ഇതുപോലത്തെ നാളുകളിലെ ബഹുമാനിക്കുമ്പോൾ, നല്ല നല്ല നാളുകളെ ബഹുമാനിക്കുമ്പോൾ ബറാഅത്തിന് ജാവ് വന്നുകൊണ്ടുണ്ടോ, അതേപോലത്തെ നല്ല ജാവുക വന്നുകൊണ്ടുണ്ട്, വേറാതിരെ ജാവു നാളുകൾ ഇങ്ങനെ നിങ്ങൾ അള്ളാഹുട്ടിക ഇബാദത്താകിട്ട് കേട്ടെടുക്കുമ്പോൾ ഈ അള്ളാഹു നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച് പ്രത്യേകമായ ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ ദുനിയാവാസര വില വിജയിച്ചിട്ട് പിന്നെ നിങ്ങൾ പരാജയപ്പെടുകയില്ല. അള്ളാഹു അതെല്ലാം ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയിട്ട് എടുക്കും. നിങ്ങൾക്ക് അള്ളാഹു ഭാഗ്യത്തരുമാറാകട്ടെ. ഞങ്ങൾ അള്ളാഹു ഇസ്ലാമിൽ മിറാജിൽ ആ ഒരു നാളുടെ ഫലങ്ങൾ പൂർണ്ണമായിട്ട് എടുക്കുകയും ബറാഅത്തിലെ ജാവുടെ മഹത്വങ്ങൾ എടുക്കുകയും ഷാബാനികളെ ബഹുമാനിക്കുകയും റമദാന്റെ മഹത്വങ്ങളെല്ലാം കരസ്ഥമാക്കാനുള്ള കൂടെ അള്ളാഹു തലപ്പെടുത്തി അനുഗ്രഹിക്കുമാറായി.